എന്നെ വിമർശിക്കുന്നവരോട് ആദ്യം ഒരു കാര്യം പറയാം. എനിക്കും മരിക്കാനുണ്ട്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും മരിക്കാനുണ്ട്. ഇന്ന് രേണുസുതി പറയുകയാണ് ഒരു 6 മാസം കൊണ്ട് അവർ ചിലപ്പോൾ തീരുമെന്ന്. അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ കിച്ചു അവരെ തിരിഞ്ഞു നോക്കരുത്, അതിനുശേഷം ഈ പറയുന്ന റിതപ്പനെ കിച്ചു തിരിഞ്ഞു നോക്കരുത് എന്ന് പറയുകയാണ്. പൊന്നാര പ്രേക്ഷകരോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, രേണുസുതിയുടെ വലിയൊരു ഉടായ്പാണ്. ആ വീടും പറമ്പും എങ്ങനെയെങ്കിലും റിതപ്പൻ്റെ പേരിലാക്കണം, അല്ലെങ്കിൽ രേണുസുതിക്ക് സ്വന്തമാക്കണം. കിച്ചുവിനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റണം. അതിനു വേണ്ടി കളിക്കുന്ന നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണുസുതി പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം പറയുകയാണ് ബിഷപ്പ് പുണ്യാളനെന്ന്. ഇതേ രേണുസുതി കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് ബിഷപ്പാമ്പ്. ഇപ്പൊ പറയുകയാണ് ബിഷപ്പ് വലിയൊരു നല്ലവനെന്ന്. ഇതൊക്കെ ഇവളുടെ ഉടായ്പാണ്. ഇവളുടെ കണ്ണീരിൽ ആരും വീയരുത്. പൊന്നുമനുഷ്യന്മാരെ, ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. ഓക്കെ, വിഗുൽദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്, പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്. ഓക്കെ, പറയുകയാണ് ഈ 4 പേരിൽ കിച്ചു ഇല്ല, ഈ സിസ്റ്ററും ബാക്കിയുള്ള രേണുവിന്റെ അച്ഛനും ഇവരൊക്കെ അടങ്ങുന്ന 4 പേരാണ്. ഓക്കെ, അതായത് പറയുന്ന പൊന്നു മനുഷ്യന്മാരെ, ഞാനൊരു കാര്യം പറയാം. എനിക്കും മരിക്കാനുണ്ട്, നിങ്ങൾക്കും മരിക്കാനുണ്ട്. നമ്മൾ മരണത്തെ ഒന്നും പേടിച്ചിട്ടൊന്നുമല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ. പക്ഷേ വിഷയം പറയേണ്ടത് തന്നെയാണ്. ഇവിടെ രേണു ഇപ്പം മരണത്തെ വിറ്റ് കളിക്കുകയാണ്. അപ്പം ഞാൻ മരിക്കും എന്തിന്? കിച്ചുവിനെ നമ്മൾ വെറുക്കണം, അതിനു വേണ്ടി കളിക്കുന്ന പക്ക നാടകമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കിച്ചു എങ്ങോട്ടെങ്കിലും ഓടണം, അല്ലെങ്കിൽ കിച്ചു പറയണം എനിക്ക് നിങ്ങളെ വീടും പറമ്പും ഒന്നും വേണ്ട, എന്നെ വെറുതെ വിടുമെന്ന് കിച്ചു പറയാൻ വേണ്ടി കളിക്കുന്ന വെറും നാടകമാണ്. സ്വത്തിന് വേണ്ടി കളിക്കുന്ന വെറും നാടകമാണ്. ബാക്കിയും കൂടി കിട്ടുന്നത് കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. നിന്റെ മോനെ നീ ആർക്കും കൊടുക്കണ്ട. അവനെത്ര 10-13 വയസ്സായല്ലേ? 18 വയസ്സാവും അവൻ സ്വന്തമായിട്ട് ജീവിക്കും. അല്ല, അതിനുശേഷം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. നീ എന്തായാലും ഉണ്ടാവും. പിന്നെ എനിക്കറിയത്തില്ല, മനുഷ്യന്മാരുടെ ആയുസാണ്. ഞാനും ചിലപ്പോൾ നാളെ മരിക്കും, ഇല്ലെങ്കിൽ ഈ പറയുന്ന രേണുസുതി ചിലപ്പോൾ നാളെ മരിച്ചാലും നമുക്ക് ആയുസിനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർ ഒരു കാര്യം പറയാം, ദൈവം തന്ന ആയുസ് ഉണ്ടെങ്കിൽ 18 വയസ്സായി കഴിഞ്ഞാൽ അവന് ബുദ്ധി അറിയുന്ന ഒരു സമയമായാൽ നിന്നെ അവൻ തിരിഞ്ഞു നോക്കത്തില്ല. രേണുവെ, എഴുതി വെച്ചോ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. ഇവർ പറയുന്നത് കേട്ടാൽ എല്ലാവരും പറയുവാണത്തിൽ ഇവളൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ആരും അങ്ങനെ പറഞ്ഞു ഒരു കമന്റ് പോലും വരുന്നില്ല. അങ്ങനെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. എല്ലാം വിറ്റ് തീർന്നു. ഇനിയിപ്പോൾ ഒരെണ്ണം മാത്രം ബാക്കിയുള്ളത്, അതായത് മരണത്തെ വിറ്റ് കളിക്കാം. ആ മരണത്തെ നീ ചൊല്ലി പേടിപ്പിക്കണ്ട. എല്ലാവരും മരിക്കുന്നുണ്ട്. ഇവിടെ പിഞ്ചോമന പൈതളങ്ങൾ അടങ്ങുന്ന എല്ലാവരും മരിച്ചു പോകുന്നുണ്ട് ഓരോ ദിവസവും. അതിന് നീ പറയണ്ട രേണുവേ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്, അല്ലാതെ വിഷപ്പാമ്പല്ല. ഇവൾ തന്നെ പറഞ്ഞതാണ് വിഷപ്പാമ്പ് എന്ന്. നിങ്ങൾ സത്യം പറഞ്ഞ് ഞങ്ങളെ കളിപ്പിക്കുന്നതാണോ? ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? കുറേ പേര് പറയുന്നത് എന്തിനാണ് ബ്രോ രേണുവിൻ്റെ വിഷയം റിയാക്ട് ചെയ്യുന്നത്? ചെയ്യണം. ഇവർക്ക് എന്ത് തോന്നിവാസം വിളിച്ച് പറയാം. കിച്ചുവിന് എന്തും ചെയ്യാം. ഈ പറയുന്ന ബിഷപ്പിനെ ബിഷപ്പാമ്പ് എന്ന് പറയാം, ഇപ്പോൾ പുണ്യാളൻ എന്ന് പറയാം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല. ഹേയ്, ഒന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് രേണുവേ നിന്നെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആ ബിഷപ്പ് എത്രയോ യൂട്യൂബേഴ്സിന് വോയിസ് അയച്ചിട്ടുണ്ട് നിന്നെ പഞ്ഞിക്കിടാൻ വേണ്ടിയിട്ട്. അവളാണ് പറയുന്നത് ഇപ്പോൾ ബിഷപ്പ് വലിയൊരു പുണ്യാളന്. എൻ്റെ വായിലൊന്നും പറയുന്നില്ല. അദ്ദേഹം വലിയൊരു ബിഷപ്പായതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും സംസാരിക്കുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നത്. ഓ പിന്നെ അവിടെ കണ്ടിട്ട് വേറെ എന്തെല്ലാം നടന്നു എനിക്കറിയത്തില്ല. ഞാനൊരു കാര്യം പറയാം, ഹനുമാനിക്കാം. രേണുസുതി പൊട്ടിക്കരഞ്ഞു ബിഷപ്പിനെ കാണുമ്പോൾ. കരഞ്ഞിട്ട് എന്നോട് മാപ്പാക്കണം ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞു. ആ പാവം ഫാദർ അത് വിശ്വസിച്ചു. അതാണ് അവിടെ നടന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പ്രാർത്ഥിച്ചത് ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു.
എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഓ, ഇത് തന്നെയാണ് കളി. അതായത് ഈ ബിഷപ്പും ഇവരൊക്കെ ചേർന്നിട്ട് ഈ കിച്ചുവിനെ ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും വീട് രേണുവിൻ്റെ പേരിലാക്കണം, അല്ലെങ്കിൽ ഋതപ്പൻ്റെ പേരിലാക്കണം. അതാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ഉറപ്പാണ് പൊന്നു മനുഷ്യന്മാർ. കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറയുന്നത്. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നില്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം ഒരു കാര്യം പറയാം രേണുവേ, നിന്റെ വർത്താനം കേട്ടാല് നീ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അത് ഞങ്ങൾ ഒളിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെയാണ്. 24 മണിക്കൂറും റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, 24 മണിക്കൂറും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്നുണ്ട്. അതിനെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന ഞങ്ങളാണ് കുറ്റക്കാരൻ. നീ രോഗം കൊണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ നീ തന്നെയല്ലേ. അതായത് ആ ഒരു വീഡിയോ ചുമ്മാ ഉള്ള വീഡിയോ അല്ല, വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കിച്ചുവിനെ പഞ്ഞിക്കിടുകയാണ്, എന്തൊക്കെയോ വൃത്തികേട് പറയുകയാണ്. കണ്ടു നിൽക്കോ. അതായത് ക്യാൻസർ ബാധിച്ച വേറെ രോഗികൾ പറയുകയാണ് ഇതെങ്ങനെ സാധിക്കും, ഞങ്ങൾക്കിങ്ങനെ ഒന്നും സാധിക്കുന്നില്ല എന്ന്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്ത് വീഡിയോ ഇട്ടാലും അല്ലെ അവൾ ക്യാൻസർ രോഗിയല്ലേ, അവളൊന്നും സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്. അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. നാക്കെടുത്താൽ പറയുന്നത് പച്ചക്കളവാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. രോഗം ചിലപ്പോൾ നമുക്കും വരും, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വരും, മരണവും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ കളവ് പറയണോ, രേണു മരിക്കണോ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നുണ്ട്, എല്ലാ കമൻറ്റും ഇരുന്ന് വായിക്കുന്നുണ്ട്. അതായത് രേണുവിനെ ഞാനും വിമർശിക്കുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പോലും ഈ സാധനം ഒന്ന് മരിച്ചു കിട്ടട്ടെ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പച്ചക്കളവാണ് ഇവൾ വിളിച്ച് പറയുന്നത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ ഇപ്പൊ ഇച്ചിരി സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്. കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊന്നും തൊടാതെ കണ്ടെന്ന് എഴുതാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. രേണുവേ, നീ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോ, അത് ഞങ്ങളെ പ്രശ്നമല്ല. ഒരു കാര്യം പറയാം, മുടി വെട്ടി ഡോക്ടർ പറഞ്ഞിട്ടാണ് മുടി വെച്ചതെന്ന് പറഞ്ഞു. അതേ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും മുടി വെക്കുന്നു. എന്തൊക്കെ കോപ്രായമാണ്. പിന്നെ എന്തിനാണ് അത് വെട്ടിയത്? വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈ രേണു സുധിയുടെ വിഷയം. ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണോ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കുക അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നെ പോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ല ഒരു പാട്ട് കേൾക്കാനാണെങ്കിലും ഇപ്പൊ ഒന്ന് പൊട്ടുതൊടാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്ന അതാണ്. ഓക്കെ, രേണുവിനോടൊരു കാര്യം പറയുകയാണ്. അവർക്ക് ആ ഒരു രോഗമുള്ളത് എനിക്ക് പേഴ്സണലി സംശയമുണ്ട്. ഓക്കെ, ഉണ്ടെങ്കിൽ രേണുവേ, നീ എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അരിഞ്ഞാടുന്നത്? 1 മാസം അടങ്ങിയിരുന്നാൽ നിന്റെ രോഗവും പോവും എല്ലാം പോകത്തില്ലേ? നീ തന്നെ കോപ്രായം വിളിച്ച് പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ പറയുന്നത് സത്യവും ജനങ്ങൾ വിശ്വസിക്കത്തില്ലേ? ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് നീ ചെയ്യുന്നത് വൃത്തികേടാണെന്നാണ്. അല്ലാതെ ഒരു കാര്യം പറയാൻ പൊന്നു മനുഷ്യന്മാരെ, രേണു ഈ പറയുന്ന അസുഖത്തെക്കുറിച്ചിട്ട് സംസാരിക്കുന്നെങ്കിൽ ഓക്കെ, രേണു എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്, അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാനും വന്നിട്ടുണ്ട്. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, കീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്നതിന്റെ തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നില്ലെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം വീണ്ടും പറഞ്ഞത് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഏത് ഷൂട്ടിനാണെങ്കിലും ഏത് പ്രോഗ്രാമിനാണെങ്കിലും ഇനി വേദി കിട്ടിയ ഞാൻ അവിടെ പറയും എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ലോ എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ലോ അവസരം ഉണ്ടായാൽ ഞാൻ ചെന്ന് പറയും, എനിക്കിപ്പോ പ്രോഗ്രാം ആണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാനത് തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. പൊന്നു പ്രേക്ഷകരെ, ഒരൊറ്റ കാര്യം പറയാം, മഹാ ഉടായ്പ് എന്നല്ല ലോക ഉടായ്പാണ് ഇവൾ പറയുന്നത്.
നിങ്ങളാരും വിശ്വസിക്കേണ്ട, ആ കിച്ചുവിനെ തീർക്കാൻ വേണ്ടിയിട്ടും ഈ പറയുന്ന സ്വത്തിന് വേണ്ടിയിട്ടും മാത്രം കളിക്കുന്ന പക്ക നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നത് വെച്ചാൽ, ഞാനൊരു നീക്കം അറിഞ്ഞു. അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം എനിക്ക് 10ാം തീയതി കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാവോ അത്രത്തോളം സന്തോഷിക്കാൻ. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്കും അറിയാം, എന്റെ വീട്ടുകാർക്കും അറിയാം. നിങ്ങൾ ഈ പറയുന്നത് കള്ളത്തര, എന്തിനാണ് ഞാൻ ഈ കള്ളത്തര? ഈ തിക്ക് ലൈൻ ഏതായാലും വിവരമുള്ളവർക്കറിയാം, ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് എല്ലാവർക്കും കൂടെ. അതിന്റെ കത്തീറ്റർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാരകാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, ഇത്രയും വലിയൊരു രോഗമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഇല്ലാതാവണേ നാഥ എന്നാണ് ഞാനും പേഴ്സണലി പ്രാർത്ഥിക്കുന്നത്. പക്ഷെ രേണുവേ, നിന്നെ വിമർശിക്കുന്നതിൻ്റെ ഒരു കാരണം നീ തന്നെ മനസ്സിലാക്കണം. നീ തന്നെയല്ലേ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. ഒരു മാസം നിനക്ക് അടങ്ങിയിരുന്നൂടെ? ബാക്കിയും കൂടി കേട്ട് നോക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്ന് അവനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആകെ ഉള്ളത് അവനാണ്. എനിക്ക് മാനസികമായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത് അറിഞ്ഞു. വേറൊന്നുമല്ല, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് വീണ്ടും വീണ്ടും പറഞ്ഞത് തന്നെ പറയുന്നത്. ഇപ്പൊ കേട്ടോ നിങ്ങൾ, ഋതപ്പൻ ആകെ ഒരു മോനാണ് എനിക്ക്. ആ കിച്ചു എങ്ങനെയെങ്കിലും ഒഴിവാണ്. അതാണ് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ കിച്ചു പറഞ്ഞിട്ടുണ്ടാവും, കിച്ചു പാവം അങ്ങനെയൊന്നും പറയത്തില്ല. എന്തിനാണ് ഇവൾ ഇങ്ങനെ കിച്ചുവിനെ ഒഴിവാക്കുന്ന? സ്വത്തിനാണോ? മരിച്ചു പോകുമ്പോൾ നമ്മൾ പണം കൊണ്ടുപോകുന്നോ? രേണുവേ, ആ പയ്യന് കിച്ചുവിനിപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്, 10-23 വയസ്സായാലടാ നിങ്ങൾ എന്തിനു പൊക്കി പറയുന്നു എന്ന്. പൊന്നു മനുഷ്യന്മാരെ, ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും നമുക്ക് വിളിച്ച് പറയാനാണെങ്കിൽ ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. ആ പൊന്നു മോന്, അതായത് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല, സങ്കടം, നമുക്കൊരു സങ്കടം പറയാം. നമുക്കൊരു ആപത്ത് വന്നാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ? ആ കിച്ചുവിന് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ നോക്കൂ, വീടിനും പറമ്പിനും സ്വത്തിനും വേണ്ടിയിട്ട് ആ പൊന്നുമോനെ ബലി കൊടുക്കുകയാണ് രേണുസുതി. ഇതൊക്കെ ദൈവം ചോദിക്കുക തന്നെ ചെയ്യും. ബിഷപ്പല്ല ആര് പ്രാർത്ഥിച്ചാലും. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് ചുറ്റുമുണ്ട്, അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെ പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. അപ്പം എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. ഓ പിന്നെ ആരോരുമില്ലാത്ത അവനൊരു നല്ലൊരു ആൺകുഞ്ഞാണ്. അവൻ അന്തസ്സായിട്ട് ജീവിക്കും. 18 വയസ്സായി കഴിഞ്ഞാൽ, ബുദ്ധി വന്നു കഴിഞ്ഞാൽ അവൻ ജീവിക്കും. രേണുവേ, നീ അവനെ ബലി കൊടുക്കണ്ട. ഇപ്പോൾ ഇതൊക്കെ കിച്ചുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറയുന്നതാണ്. എനക്കറിയുന്നുണ്ട്, ഇത് കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പൊന്നു മനുഷ്യന്മാരെ. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെയും കൂടെ എന്നിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എംപതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിൽ കൂടുതൽ, അതിലുപരി 2 lakhsന്റെ മെഡിസിൻ, ഓരോ കീമോയ്ക്കും 2 lakhsന്റെ മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ഇവർ പറയുന്നത് കേട്ടാൽ നമുക്കും സഹതാപം തോന്നുന്നുണ്ട്. അതായത് പൊന്നു സ്ത്രീയോടൊരു കാര്യം പറയാം, രേണുവിനോട് ഒരു കാര്യം പറയാം. ഇത്രയും വലിയ അസുഖം ഉള്ളതാണെങ്കിൽ രേണുവേ ഒന്ന് റെസ്റ്റ് അല്ലേ എടുക്കേണ്ടത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാറിനാണ് വരുന്നത്. ഇതിപ്പോൾ രേണു ഇന്നലെ ഇങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഇത് ഇണക്കെടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതിപ്പോൾ അതിൽ വ്ളോഗ്സ് ചിലപ്പോൾ ഇടും, വേറെ യൂട്യൂബേഴ്സും ഇത് റിയാക്ട് ചെയ്യും. പിന്നെ ചിലരെങ്കിലും ചോദിക്കും നിങ്ങൾ എന്തിന് റിയാക്ട് ചെയ്യുന്നു എന്ന്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കി നിങ്ങൾ കിച്ചുവിനെ പഞ്ഞിക്കിടുകയാണ് കുറേ പേര്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. സോ ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും എനിക്ക് ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എൻ്റെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എൻ്റെ ഋതപ്പനെ ഓർത്ത്. അപ്പം ദൈവം ഒന്നും വരുത്താതിരിക്കട്ടെ എന്നാണ് രേണുവെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്,
എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ പപ്പ തങ്കച്ചൻ PG, അതായത് റിബിൾദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എൻ്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എൻ്റെ കുഞ്ഞിനെ റിബിൾദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാം. രേണുവിനോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. കിച്ചു എൻ്റെ മകനല്ല, കിച്ചുവിന് സ്വത്ത് കൊടുക്കരുത്, വീട് കിച്ചുവിന് കൊടുക്കരുത്, ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ ബിഷപ്പ് നിങ്ങൾക്കൊപ്പമല്ലേ ഉള്ളത്. ബിഷപ്പ് ചിന്തിച്ചാൽ ചിലപ്പോൾ ഋതപ്പൻ്റെ പേരിൽ മാത്രമാക്കാൻ പറ്റും. ഇനി ഇങ്ങനെയൊക്കെ സിമ്പതി അടിക്കുന്ന എന്തിന്? ഇത് കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എൻ്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എൻ്റെ കുഞ്ഞിനെ. അതിനുള്ള നിയമപരമായിട്ട് എന്തായാലും മുന്നോട്ട് തന്നെ ഞാൻ പോകും. എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയാൽ ഞാനത് ചെയ്യും. ഈ 4 പേര് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് അവര്. അപ്പൊ എൻ്റെ കുഞ്ഞിനെ അവർ നോക്കും. എൻ്റെ കണ്ണു മുന്നിൽ. ഓക്കെ പൊന്നു മനുഷ്യന്മാരെ, രേണു സുധി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനിയും ഒരു 4 മിനിറ്റ് ഉണ്ട്, അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഓക്കെ, എന്നെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു. ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതെന്റെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുത്തെന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറയുന്നത്. കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും. അതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സമാധാനം പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സത്യം പറഞ്ഞു, അതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം എല്ലാ വിഷമങ്ങളും മറന്ന് എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ സുധിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയൊരു ദൈവപുരുഷനാണ് അദ്ദേഹത്തെ. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. വെറുതെ അദ്ദേഹത്തെ ആവശ്യമില്ലാതെ ആരും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ സത്യം അറിയാതെയാണ് കിടന്ന് കുറ്റപ്പെടുത്തുന്നത്. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ആരെയും എന്താ പറയാ, എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടോ ഒന്നുമല്ല ആരും വരുന്നത്. എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ സ്നേഹിക്കുന്നവരും മാത്രമാണ് എന്നെ കാണാൻ വരുന്നതും. എനിക്കത് സന്തോഷമുള്ളൂ. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ആരെയും വിളിച്ച് നിർബന്ധിക്കുമൊന്നുമില്ല. എനിക്ക് എന്റെ മനസ്സെന്ന് പറഞ്ഞാൽ എല്ലാവരെയും എനിക്ക് കാണാൻ വളരെ സന്തോഷമാണ്. എന്നെ കാണാൻ വരുന്നത് പറഞ്ഞാൽ എനിക്ക് വളരെ, എന്റെ മനസ്സിന് വളരെ ഒരു സന്തോഷമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവജനങ്ങളുണ്ട്, ദൈവ മക്കളുണ്ട്. എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കുന്നവരുണ്ട്, എനിക്ക് വേണ്ടി നേർച്ച കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് രീതിയിലാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെയായിട്ടും അറിയില്ല. ഞാൻ എങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ ഇതിന് തിരിച്ച് ഞാൻ നന്ദി പറയുമെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ആകെയുള്ള വരുമാന മാർഗം എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. എനിക്ക് കീമോ എടുക്കാനുള്ള മരുന്നും അതുപോലെ ആ മരുന്നിന്റെ കൂട്ടത്തിൽ വേറൊരു 2 lakhs മരുന്നും ഓരോ കീമോയ്ക്കും ഞാനത് ഉണ്ടാക്കണം. എനിക്കത് എങ്ങനെയാണ് എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഇതില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. പ്ലീസ് നിങ്ങൾ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഈ ഒരു രോഗത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് എൻ്റെ ഋതപ്പൻ്റെ അമ്മയായിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ടാണ് ഞാൻ, സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ ആ സ്നേഹവും പിന്നെ ഒരുപാട് ലോകത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നത്. ആ കീമോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തേന് ഞാൻ ഡൗൺ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. 5 കീമോയും സർജറിയും എല്ലാം കിടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വേണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയുടെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കിടന്ന് എനിക്കത് ഓർമ്മ പോലും ഇല്ല ആ സമയം. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 ദിവസം ICUലായിരുന്നു. ഒരുപാട് വേദനകൾ ഞാൻ സഹിച്ചു. കിടക്കലായിരുന്നു.
ഛർദിച്ചു, ലൂസ് മോഷനും ഒന്നും ഒരു ഉമ്മിനീരിറക്കാൻ ഞാൻ ഛർദിക്കും. പക്ഷെ ഇത്തവണത്തെ കീമോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹവും പ്രാർത്ഥന, കൈ അനക്കാൻ പറ്റില്ല, കൈക്ക് ഭയങ്കര വേദനയാണ്. അപ്പോൾ കീമോയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളുടെ വഴിപാടുകളും നിങ്ങളുടെ നേർച്ചകളും എന്നെ ശക്തമായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരും തന്നെയാണ് എനിക്ക് വിശ്വാസം. എൻ്റെ ശരീരത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസറിനേക്കാൾ വളരെ വിഷമുള്ള ക്യാൻസർ ഉള്ള നാക്കുള്ളവരും അതുപോലെ കമന്റ് ഇടുന്നവരെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ, അവർക്ക് ആർക്കും ഒരസുഖം വരാതെ ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടാൻ വരാം. ഓക്കെ, ബൈ.